വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക്. സോ ഇന്ന് ഞാനുള്ളതെന്ന് വെച്ചാൽ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂർ നന്ദിൽസിലേക്ക് പോകാനുള്ള ഒരു ചെറിയൊരു പരിപാടിയിലാണുള്ളത്. ഇതെവിടെ സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് നന്ദിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. സോ നമ്മൾ അങ്ങോട്ട് പോവുകയാണെന്നുള്ളത്. നമ്മൾ ഏകദേശം ഒരു റൂമിൽ നിന്ന് ഒരു 4 മണിയായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നന്ദിൽസിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ കാണുന്ന ഈ മലൻ്റെ ടോപ്പിലായിട്ട് നന്ദിൽസ് വരുന്നത്. അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല ക്ലൈമറ്റും നല്ലൊരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെയാണെന്നുള്ള നേരെ വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു നന്ദിൽസ്. അടിപൊളി ക്ലൈമറ്റാണ് നന്ദിൽസ്. ഇപ്പോൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സി എന്താ കോടാ, എന്താ വിഷ്വലി ബ്യൂട്ടിഫുൾ ആട്ടോ. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് നന്ദിയിൽ. ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് വീക്കെൻഡ് ഡേയ്സ് ആയിട്ട് കൂടി ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. സോ കുറേ കയറാണ്ട്, കുറച്ചുകൂടി കയറാണ്ട്. ഇതേ കാഴ്ച അങ്ങനെ നമ്മൾ നന്ദിൽസ് എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം കേട്ടോ. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. വണ്ടീൻ്റെ പാർക്കിംഗ് ഫീ ഉണ്ടാവും, പിന്നെ അതേപോലെ ടിക്കറ്റ് ഫീ ഉണ്ടാവും. നല്ല ക്ലൈമറ്റാണ്. സോ ബ്യൂട്ടിഫുൾ, സോ നൈസ്, വെരി നൈസ് മോർണിംഗ്. നല്ലൊരു മോർണിംഗുമാണ്. സംഭവം സത്യം പറയാം മോർണിംഗ് വരണ്ടോ ഇവിടെ. മോർണിംഗ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈവനിങ് സൺസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത്ര വൈബില്ല. മോർണിംഗ് തന്നെയാണ് നൈസ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. പോയിട്ട് ഇനി ടിക്കറ്റ് എടുക്കട്ടെ. നന്ദിയുടെ എൻട്രൻസ് ആട്ടോ. ടിക്കറ്റ് എടുത്ത് കയറുന്ന സ്പോട്ടാണിത്. ഒരാൾക്ക് 20 രൂപയുടെ ടിക്കറ്റ്, പാർക്കിംഗ് ഫീ 30 രൂപ. സോ കയറിയിട്ട് ബാക്കി കാഴ്ച കണ്ടോ കേട്ടോ. ഗായ്സ്, ഇതാണ് കർണാടകൻ്റെ ടൂറിസം വണ്ടി കേട്ടോ. നമ്മൾ ഇവിടെ താഴത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ഓഫ് ഒക്കെ ചെയ്ത് തരും കേട്ടോ ഈ വണ്ടിയിൽ. ആണോ എസ്റ്റോ 25 ഓക്കെ. 25 രൂപയുള്ളൂ കേട്ടോ സംഭവം. ഇവിടുന്ന് പിക്കപ്പ് ചെയ്തിട്ട് മേലെ കൊണ്ടുപോകുന്ന സംഭവത്തിന് ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ. വലിയ റേറ്റ് ഒന്നുമില്ല. ഒരാൾക്ക് 25 രൂപ ഈടാക്കുന്നുള്ളൂ. ബസ്സിലിങ്ങനെ ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ കയറി ഇരിക്കുന്നതിനനുസരിച്ച് വണ്ടി ഇവിടുന്ന് എടുത്ത് പോകാണ്ട് ശരി. നമ്മളവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ടോക്കൺസും കാര്യങ്ങളും തരും. ഇവിടുത്തെ താഴോട്ടുള്ള വ്യൂ ക്യാപ്ചർ ചെയ്യേണ്ട സ്പോട്ടാട്ടോ അത്. ഒരു വ്യൂ പോയിൻ്റ്. അത് വ്യൂ കാണിച്ചു തരാം കേട്ടോ. സോ നല്ല ക്ലൈമറ്റ് കേട്ടോ. ഈ ക്ലൈമറ്റ് കണ്ട് സത്യം പറഞ്ഞാൽ അവിടെ ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ സമയം കുറേ ആയി, നമ്മൾ കയറിയിട്ട് ഒരുപാട് സമയമായി. സോ അങ്ങനെ ഇറങ്ങുന്നത്. ഈ ക്ലൈമറ്റ് നോക്ക്, നല്ല ക്ലൈമറ്റ് അല്ലേ. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണി ആ സമയത്ത് കറക്റ്റ് റീച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരെ വൈൻഡപ്പ് ചെയ്ത് താഴേക്ക് പോവാം. താഴേക്ക് പോയിട്ട് ഇവിടുന്ന് ഏകദേശം റണ്ണേ ആണ് കേട്ടോ. ഏകദേശം നമുക്കിരുന്നൊരു 1 hourൻ്റെ അടുത്ത് മേലെ റൺ ചെയ്തിട്ട് വേണം നമുക്ക് സിറ്റിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. ഇത് ഏകദേശം വരുന്നതെന്ന് വെച്ചാൽ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള സ്പോട്ടിലേക്കാണ് സാധനം. ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലാണ്.
നന്ദിൽസാണ് ഏറ്റവും സത്യം പറഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂരിയൻസിനൊക്കെ വന്നിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു നല്ലൊരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് വേറെ നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ ഒരു വ്യൂ പോയിന്റോ അല്ലെങ്കിൽ ഇത്ര കോഡിങ് കാര്യങ്ങളൊക്കെ വരുന്ന സ്പേസോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരില്ല. അതേപോലെ ബീച്ചില്ലാത്തതാണ് സത്യം പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുകയാണെങ്കിൽ. ബീച്ച് കൂടെ ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ അടിപൊളിയാണ്, ഒന്നും പറയാം.